ഇനിയിപ്പോൾ പോകുന്നത് ഒരു അതിഥിയിലേക്കാണ്. ഡോക്ടർ ഷറഫുദ്ദീൻ കടമ്പോട്ടുണ്ട്, സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം. ഡോക്ടർ, താങ്കൾ ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചല്ലോ. ആ അമ്മ പറയുന്നത് എങ്ങനെയാണ് അവരുടെ കൂടെ താമസിക്കുക, ഞങ്ങളെല്ലാവരെയും കൊല്ലും, അതുകൊണ്ടാണ് പോലീസിൽ ഏൽപ്പിച്ചത്, മകനാണെന്ന് മറക്കേണ്ടി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ പ്രായത്തിൽ തുടക്കത്തിൽ തന്നെ ഈ സിന്തറ്റിക് ലഹരിയിലേക്ക് കുട്ടികൾ എത്തുന്നില്ല. ആദ്യം ഈ പറഞ്ഞ പോലെ പുകയില അല്ലെങ്കിൽ മദ്യപാനം, ഇതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ സിന്തറ്റിക് ലഹരി എങ്ങനെയാണ് എന്ന് ഉപയോഗിച്ച് തുടങ്ങണമെന്ന് കുട്ടികൾക്ക് തോന്നുന്നത്. ആ ഒരു ഘട്ടം എങ്ങനെയാണ് കുട്ടികൾക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? ഈ അമ്മ പറഞ്ഞ ഒരു വാസ്തവം, തൻ്റെ ശത്രുവോ കൊലയാളിയോ പുറത്താണോ എന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ പിന്നിൽ താൻ ചോറ് കൊടുത്ത് വളർത്തുന്നത് തൻ്റെ കൊലപാതകിയാകുമോ എന്ന് ഭയപ്പെടുന്ന കേരളമാണ് നമ്മുടെ മുമ്പിൽ. ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ പാരൻറ്റിങ്ങിൽ എവിടെ പിഴച്ചു എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ ആൽഫ പാരൻറ്റിങ് ആൽഫ ജനറേഷൻ എന്ന് നമ്മൾ കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ ആൽഫ പാരൻ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മളും ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും ഇതിൻ്റെ കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ പെരുപ്പിച്ചും ഇത്തരം സംഭവങ്ങൾ കൂടുതൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ലഹരികളിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. കുടുംബാന്തരീക്ഷത്തിൽ എന്ത് സംഭവിക്കുന്നു? കുട്ടികൾ പലപ്പോഴും ഈ ലഹരിയിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികളെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് പലപ്പോഴും അവർ ADHD ഉള്ള കുട്ടികളായിരിക്കാം. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അവരുടെ ചെറുപ്പകാലങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള ലൈംഗിക പീഡനമോ മാനസികമായ ഏതെങ്കിലും പീഡനമാവാം, തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ കാരണമാവാം, ചുറ്റുമുള്ള മനുഷ്യരുടെ മുഴുവനും പ്രതീക്ഷക്കനുസരിച്ച് തനിക്ക് വളരാൻ അല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കാതെ വന്നതാവാം. അതിനേക്കാൾ എല്ലാം പ്രധാനമായ ഒരു കാര്യം മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് അവഗണിക്കുക എന്ന് പറയുന്നിടത്തോളം വേദനയുള്ള മറ്റൊന്നില്ല. പരിഗണിക്കപ്പെടാതെ പോകുന്ന കുട്ടികൾ പലപ്പോഴും ലഹരികളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ഡോക്ടർ ഗാബ്രമെറ്റെ ഒരു കനേഡിയൻ ഫിസീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പഠനം പറയുന്നത് വേദനയാണ് ലഹരികളുടെ പ്രധാന കാരണം എന്നാണ്. ഒരുപക്ഷെ ലഹരി ഉപയോഗിച്ച് തുടങ്ങി, ലഹരി ആരുടെയെങ്കിലും കൂട്ടുകാരിൽ നിന്നോ ആരുടെയെങ്കിലും നിന്ന് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം പിന്നെയും എന്തുകൊണ്ട് അതിലേക്ക് തേടിപ്പോകുന്നു എന്നുള്ളത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവരുടെ വേദന, അവരുടെ മാനസികമായ പ്രയാസങ്ങൾ, വിഷമത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത്. മസ്തിഷ്കത്തിൽ നമ്മളുടെ റിവാർഡ് സിസ്റ്റം ഡോപ്പമിൻ നമ്മൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ അത് നമ്മളുടെ സന്തോഷത്തെ, നമ്മളുടെ വേദനകളെ, വിഷമങ്ങളെ മറക്കാൻ തരുന്ന ഒരു താൽക്കാലിക ഒരവസ്ഥയെ പിന്നീട് തുടരെ അത് തലച്ചോറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. തലച്ചോറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റിവാർഡ് സിസ്റ്റത്തിന് വേണ്ടി നമ്മളുടെ വേദനയെ സംഹരിക്കാൻ, അല്ലെ വേദനയെ സ്വാഭാവികമായി നമ്മുടെ തലച്ചോറ് അതിനെ തണുപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ കുറക്കാൻ ചെയ്യുന്ന അവിടെയുള്ള വേദന സംഹാരികൾ, എൻഡോർഫിൻ പോലെയുള്ള മസ്തിഷ്കത്തിലുള്ള ചില രാസവസ്തുക്കൾ മതിയാവാതെ വരുമ്പോൾ പുറത്ത് നിന്ന് ലഹരി വസ്തുക്കൾ നമുക്ക് വേണ്ടി വരുന്നു. ആ കുട്ടിയെ പിന്നെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറച്ചുകൂടിയും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ അത് പിന്നീട് ആ റിവാർഡ് സിസ്റ്റത്തെ ഡാമേജ് ചെയ്യുന്നു. തലച്ചോറിലെ സെറട്ടോണിനും എൻഡോർഫിനും ഡോപ്പമീനും എല്ലാം ഓക്സിറ്റോസിനും എല്ലാം ഉള്ള പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റൻ ഫങ്ഷൻസിനെ മുഴുവൻ തകിടം മറിച്ച് കളയുന്നു. ഈ സംഗതിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അന്തരീക്ഷത്തെ ഏറ്റവും മനോഹരമാക്കിയാൽ മെൻ്റൽ ഹെൽത്ത് ഓഫ് എ ചൈൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാരൻ്റൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയും. മാതാപിതാക്കൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിൽ നിന്നാണ് മാനസികാരോഗ്യമുള്ളൊരു കുഞ്ഞുടലെടുക്കുന്നത്. എന്തുകൊണ്ട് ഈ കുട്ടിയുടെ മാനസികാരോഗ്യം തകർന്നു എന്ന് പലപ്പോഴും ക്ലിനിക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാറുള്ളത് വീടിൻ്റെ അന്തരീക്ഷം അത്രത്തോളം ഊഷ്മളമായിരിക്കില്ല. കുട്ടിക്ക് അവൻ്റെ വിഷമങ്ങൾ വന്ന് പറയാൻ. ഡോക്ടർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടിന്റെ അന്തരീക്ഷം, അവരുടെ ചുറ്റുപാട്, ഇതൊക്കെ കുട്ടികളുടെ സ്വഭാവ നിർണ്ണയത്തിൽ പ്രധാനമാണ്. ഒപ്പം തന്നെ വഴിതെറ്റിപ്പോകുന്ന, നമ്മൾ ഈ പറയുന്നത് പോലെ ലഹരിക്കൊക്കെ അടിമയായി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് കുട്ടികൾ എത്താനുള്ള പ്രധാന ഒരു കാരണം കൂടിയാണ്.